കോട്ടയം നസീർ അദ്ദേഹത്തിന് അതിൻ്റെ അതൊരു വളരെ വളരെ സിഗ്നിഫിക്കന്റ് റോൾ. അത് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ? നസീർ ഖാൻ എനിക്ക് പറഞ്ഞ പോലെ വളരെയധികം ഇഷ്ടമുള്ള ഒരാൾ. ഇപ്പൊ ഇപ്പൊ ജാഫറിനെ ഞാൻ മമ്മൂക്കയുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമ, രഞ്ജിത്തേട്ടൻ ചെയ്ത സിനിമയാണ്. ആ സിനിമ കണ്ടിട്ട് ജാഫ്രിക്കയുടെ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മമ്മൂക്ക പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്. ഈ സീൻ കണ്ടിട്ട് ഞാൻ എത്ര തവണ പിന്നീട് ഞാൻ ആ യൂട്യൂബിൽ അത് കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും പ്രാവശ്യം എനിക്ക് കാണാതെ അറിയാം ഡയലോഗ് മൊത്തം. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇത് രഞ്ജിത്തേട്ടനെ സമ്മതിക്കണം. കാരണം എനിക്ക് അതുവരെ അറിയാവുന്ന ജാഫർ എന്ന് പറയാൻ കോമഡി 8 സുന്ദരികളും ഞാനെന്നൊക്കെ പറഞ്ഞ സീരിയലും കോമഡിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്. പുള്ളീനെ രഞ്ജിത്തേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്ത് ഭയങ്കര സംഭവമായി പോയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്കും കാസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ബൈസൈക്കിൾ ദിവസത്തിൽ ജാഫ്രിക്ക വരുന്നത്. അപ്പോൾ ജാഫ്രിക്കനെ പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നതാണ് കോട്ടയം നസീർക്ക. അപ്പോൾ നസീർക്ക ഇങ്ങനെ വളരുന്നത് നമുക്കൊരു സൈഡിൽ കൂടെ കാണാം. അതായത് ഇപ്പോൾ കഥ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പുള്ളി ചെയ്ത ക്യാരക്ടർ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഇന്നസെന്റ് ആയിട്ട് ഗുണ്ടായിട്ട് ആ ലെവലിൽ നിന്ന് പുള്ളി റോഷാക്കിലെ ആ ലെവലിലേക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ വന്നപ്പോൾ ഓക്കെ, നസീർക്ക് ഇന്ന് വരെ എൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് സിനിമയാണ് ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. കാണുമ്പോൾ സന്തോഷം, കുറേ നേരം സംസാരിക്കും. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എന്താ നീ എൻ്റെ സിനിമയിൽ വിളിക്കാത്തതെന്ന്. എൻ്റെ ആവശ്യം പുള്ളിക്കില്ല. പക്ഷെ അപ്പോൾ ഈ സിനിമ വന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ രഘു എന്ന് പറഞ്ഞ കഥാപാത്രം നസീർക്ക് തന്നെ ചെയ്യണം. നസീർക്ക് അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ആ സൈഡ് എനിക്കൊന്നും ഇപ്പോൾ വരുന്ന റിവ്യൂസിലൊക്കെ പല ഫിലിം ഗ്രൂപ്പുകളിലും നസീർക്കയെ കുറിച്ച് മാത്രം എഴുതുന്നുണ്ട്. ഭയങ്കരമായിട്ട് എഴുതുന്നുണ്ട് ആൾക്കാർ. ആ നസീർക്കയിൽ വന്ന ആ മാറ്റത്തെക്കുറിച്ച് ആൾക്കാർ വല്ലാണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നസീർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രൊമോഷൻസിനും നസീർക്ക് കൂടെയുണ്ട്. അപ്പോൾ ഇന്നലെ തിയേറ്റർ വിസിറ്റുകൾ അതിലെല്ലാം നസീർക്ക് കൂടെയുണ്ട്. ഇപ്പം ബുധനാഴ്ച വെള്ളിയാഴ്ച ദുബായ് ഒക്കെ പോവാണ്, അബുദാബി ഒക്കെ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, എടാ ഞാൻ വരാട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ വരാം. അത്രയും പുള്ളിക്കൊക്കെ ഈ ദുബായ് അബുദാബിയൊക്കെ പോയിട്ട് 10 പാസ്പോർട്ട് അങ്ങോട്ട് മാറ്റി അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതാണ് അത്രയും സിനിമയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഭയങ്കര രസമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു കഥാപാത്രം അദ്ദേഹം തന്നെ ചെയ്തത്. നന്നായിട്ട് പുള്ളി ചെയ്യുകയും ചെയ്തു. ഗംഭീരമായിട്ട് ചെയ്തു.